ശ്യാമേട്ട, സമീപകാലത്തായി കേരളത്തിൽ കുട്ടികൾ ഉൾപ്പെടുന്ന ക്രൈമുകൾ വളരെ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം മുഹമ്മദ് ഷഹബാസ് എന്ന വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവം മുതൽ ഇന്നലെ ഈ കഴിഞ്ഞ ദിവസം വിതുരയിൽ സമാന രീതിയിൽ മറ്റൊരു സംഭവം ഉണ്ടായി. 16 വയസ്സുകാരനെ ഉറ്റ സുഹൃത്തുക്കൾ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുക മാത്രമല്ല, ഈ വീഡിയോ ചിത്രീകരിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ കൂടി പങ്കുവച്ചു. എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്? ഈ സംഭവത്തിൻ്റെ വീഡിയോ കണ്ടായിരുന്നോ? ബ്ലർ ചെയ്യാത്ത കണ്ടായിരുന്നു. അത് കുറേ സാമൂഹിക മാധ്യമ പ്രൊഫൈലുകളിൽ പ്രചരിക്കുന്നുണ്ട്. ഇത് കോഴിക്കോട്ടെ സംഭവമായിട്ട് മാറിപ്പോകുന്നുണ്ട്, അതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. കോഴിക്കോട്ടെ സംഭവം അല്ല അത്. കോഴിക്കോട്ടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നട റോഡിൽ നടന്ന അടിയാണ്. അതിൻ്റെയും വീഡിയോ നമ്മൾ കണ്ടതാണ്. നട റോഡിൽ നടന്ന അടി വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ്. CCTV പഴയ CCTV പോലല്ല, ഇപ്പോൾ CCTV വെച്ച് വേണമെങ്കിൽ സിനിമ എടുക്കാൻ പറ്റും. അമ്മാതിരി ക്വാളിറ്റിയാണ് CCTVക്ക് ഉള്ളത്. അത് കോഴിക്കോടത്തെ CCTV പതിഞ്ഞ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് കൂടുതലും. പിന്നെ ഏതാനും നാട്ടുകാരെടുത്ത കുറച്ച് ദൃശ്യം കൂടെ കോഴിക്കോട്ടെ പുറത്ത് വന്നിട്ടുണ്ട്. ഇത് മൊബൈലിൽ ഇവർ തന്നെ ചിത്രീകരിച്ചിരിക്കുന്ന വീഡിയോയാണ്. അതൊരു വാഴത്തോപ്പിലാണ്. വാഴത്തോപ്പിൽ ഞാൻ കാണുമ്പോൾ ഒരു പയ്യനോട് നീ എന്തിനത് പറഞ്ഞു എന്ന് ചോദിക്കുന്ന ഒരു രംഗം എന്നുള്ള രീതിയിൽ, എന്തിന് പറഞ്ഞു എന്നുള്ള രീതിയിലൊരു രംഗവും, പിന്നെ തൊട്ട് പിന്നാലെ അവൻ്റെ സമാന പ്രായമുള്ള പിന്നെ ഒരു പയ്യൻ ഇവൻ്റെ മുഖത്ത് അടിയാണ്. ആഞ്ഞുള്ള അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റുള്ള അടി, കിൻഡലിനുള്ള അടി എന്നൊക്കെ പറയില്ല, ചില ഗുണ്ടകളൊക്കെ പറയും കിൻഡലിനുള്ള ഇടി എന്നൊക്കെ പറയും. അമ്മാതിരി അടി. ആ അടി കൊണ്ട് ഇവൻ പിന്നെ ഈ വാഴത്തോപ്പിലങ്ങ് വീഴുകയാണ്. വീണതിന് പിന്നാലെ ആ സംഘത്തിലുണ്ടായിരുന്ന മറ്റൊരു പിന്നെ കുട്ടി ഇവൻ്റെ ദേഹത്ത് കയറിയിരുന്ന് ആഞ്ഞിടിക്കുകയാണ്. ഇടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടാൽ ഈ കുട്ടികൾ ഇത്രത്തോളം സിനിമകളിലൊക്കെ കാണുന്നത് പോലുള്ള മർദ്ദനം. അതെ, സിനിമകളിലൊക്കെ കാണുന്നത് പോലെയുള്ള മർദ്ദനമാണ് നടന്നിരിക്കുന്നത്. അതായത് പിന്നെ എന്താ പറയുക, അപ്പം ബാക്കിയുള്ള സംഘം ആക്രോശിക്കുന്നുണ്ട്, ഇടി എന്നുള്ള രീതിയിൽ കുറേ വീഡിയോസ് ഉണ്ട്. ഇത് കുറേ എണ്ണം പ്രചരിക്കുന്നുണ്ട്. അതായത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആവേശം സിനിമയിൽ രംഗണ്ണനും അമ്പാനും എല്ലാം കൂടെ ഈ കുട്ടികളെയും വിളിച്ചുകൊണ്ട് തല്ലാൻ വേണ്ടി പോകുന്നുണ്ട് ഒരു കോർട്ടിൽ. എനിക്ക് തോന്നുന്നത് ഒരു കളിസ്ഥലമാണ്. ഈ കളിസ്ഥലത്തേക്ക് അകത്തേക്ക് കയറി ചെന്ന ഉടനെ ഈ രംഗണ്ണൻ പറയുന്നുണ്ട് ഇടി അവൻ്റെ മുഖത്തിടി എന്നൊക്കെ പറഞ്ഞ്. ടർഫിലാണ് ഇടി കിടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഈ അമ്പാൻ അതിനനുസരിച്ച് ഇടിക്കുന്നുണ്ട്. അപ്പോൾ അതേ രീതി ഇവർ അനുകരിക്കുകയാണ്. ഇന്നിപ്പോൾ CM പറഞ്ഞ് വളരെ വളരെ വ്യക്തമായിട്ടുള്ള, ഇന്ന് നിയമസഭയിൽ CM ഇത് പറഞ്ഞു. ഡാ മോനെ എന്ന് വിളിച്ചിട്ടാണ് ഒരു സിനിമയിലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആവേശത്തെക്കുറിച്ച് CM മുഖ്യമന്ത്രി പോലീസിന്റെ ഫയലുകൾ പരിശോധിച്ചപ്പോൾ ഇത്തരത്തിലുള്ള സിനിമയെ അനുകരിച്ചുള്ള കുറ്റകൃത്യങ്ങളിൽ ഈ ആവേശം സിനിമയിലെ എടാ മോനെ പോലുള്ള ഡയലോഗുകൾ ഉൾപ്പെടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാണ് CM പറയുന്നത്. അപ്പോൾ CM അത് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. CM പറഞ്ഞത് വളരെ വ്യക്തമാണ്. CM വളരെ കാര്യമായിട്ടാണ് അത് സംസാരിച്ചത്. അപ്പോൾ ഇത് അതേ രംഗം കൊണ്ടുവന്ന് അതിനെ ഉപമിച്ചുകൊണ്ട് ഒരു കുട്ടിയെ ഇവർ പരീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ഈ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെബ്രുവരി 16-ാം തീയതിയാണ്. ഫെബ്രുവരി 16-ാം തീയതി തൊളിക്കോട് പനക്കോട് മേഖല, അവിടെയാണ് ഈ കുട്ടിയുടെ കറക്റ്റ് സ്പോട്ട് ലൊക്കേഷൻ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. പേരോ വിവരമോ ഒന്നും പറയാൻ പറ്റില്ല. കാരണം കുട്ടി മൈനറാണ് കുട്ടി. അപ്പോൾ ഈ കുട്ടിയുടെ സഹോദരൻ അനുജൻ, അത് ഇവനേക്കാൾ ചെറിയ കുട്ടി, ഇവർ രണ്ടുപേരുടെ വീടിന് മുറ്റത്ത് നിൽക്കുകയാണ്. വീടിന് മുറ്റത്ത് കളിച്ചുകൊണ്ട് നിൽക്കവേ ഈ സംഘം അവിടെ എത്തിയ ശേഷം ഈ കുട്ടിയെ വിളിച്ച് വീടിന് അടുത്തുള്ള ഒരു വാഴത്തോപ്പിലേക്ക് കൊണ്ടുപോയി. ഉറ്റ സുഹൃത്തുക്കളാണ്, സഹപാഠികൾ, അടുത്ത സുഹൃത്തുക്കളാണ്. ഇവന്മാർ ഒരുമിച്ച് കഴിഞ്ഞ വർഷം 10ാം ക്ലാസ് പാസ്സായവരാണ്. ഇവർ എത്രയും പേരും, ഈ 3 പേരും ഒരുമിച്ച് 10ാം ക്ലാസ് പാസ്സായവരാണ്. ഈ ബാക്കിയുള്ളതിൽ ഈ അടിച്ചതിൽ ഒരാളിപ്പോൾ +1 വിദ്യാർത്ഥിയാണ്. ബാക്കിയുള്ളവർ 2 പേര് മാത്രമേ ഉള്ളൂ +1ലേക്ക് പോകാത്തത്. പിന്നെ ഈ കുട്ടി, ഇത്രയും പേരാണ് വേറെ മേഖലയിലേക്ക് പോയത്, വേർതിരിഞ്ഞ് പോയത്. പക്ഷേ ഇവർ ഒരുമിച്ച് നടന്നവരാണ്. ഇന്നിപ്പോൾ ആ കുട്ടിയുടെ പോലീസിനോട് ആ കുട്ടി കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നുണ്ട്, ഇവർ എൻ്റെ കളിക്കൂട്ടുകാരാണ്, ഞങ്ങൾ എവിടെ പോയാലും ഒരുമിച്ച് പോകുന്നവരാണ്, ഒരുമിച്ച് തോളെ കൈയിട്ട് നടന്നവരാണ്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഈ കുട്ടി അതിനകത്ത് പറയുന്നുണ്ട്. എവിടെ പോയാലും ഞാൻ അവരെ കൂട്ടിക്കൊണ്ടേ പോകാറുള്ളൂ എന്നുള്ള അത്രയും അടുപ്പമുണ്ട് ഇവർക്ക് എല്ലാവർക്കും. എന്നിട്ട് ഈ കുട്ടിയെ അതിക്രൂരമായി ഇവരിവിടെ മർദ്ദിക്കുകയാണ്. മിനിറ്റുകളോളം നീളുന്ന മർദ്ദനമാണ്. ഈ മർദ്ദനത്തിൽ, അതായത് ശക്തമായിട്ടുള്ള മർദ്ദനത്തിൽ വേദന കൊണ്ട് പുളയുന്ന ഈ കുട്ടി ഉറക്ക നിലവിളിക്കുന്ന രംഗമുണ്ട്. ആ അനുജനും ആ സമയം കരയുന്നുണ്ട്. അനുജൻ ആ ദൃശ്യത്തിൽ ആ സമയം കയറി വന്നിട്ടില്ല, പിന്നീടാണ് കയറി വരുന്നത്. അപ്പോൾ ഈ അനുജനെയും, ഈ കുട്ടിയുടെ മൊഴി ഇതാണ്, എന്നെ മാത്രമല്ല എൻ്റെ സഹോദരനെയും അവർ മർദ്ദിച്ചു. എന്നെ മർദ്ദിച്ചപ്പോൾ പിടിച്ചു മാറ്റാൻ ശ്രമിച്ച എൻ്റെ
അനുജൻ്റെ കവിളത്ത് അടിച്ചു. ഇതിനുശേഷം ഈ ദൃശ്യത്തിലില്ലാത്തൊരു കാര്യം ഈ കുട്ടി പറയുന്നുണ്ട്. അതായത് ഈ ക്യാമറ ഇവർ ഓഫ് ചെയ്തതിന് ശേഷം ഇവർ ഈ 2 കുട്ടികളെയും വാഴത്തോപ്പിലെ വാഴയിൽ ചേർത്ത് നിർത്തി ഭീഷണിപ്പെടുത്തി. 2നെയും കൊന്ന് പൊട്ടക്കുളത്തിൽ കല്ല് കെട്ടി താഴ്ത്തിയിടുമെന്ന്. ഇതൊക്കെ എങ്ങനെ ഇവന്മാർക്ക് അറിയാവുന്നത്? 16 വയസ്സുള്ള കുട്ടികളാണ്. 16 വയസ്സുള്ള കുട്ടികളാണ്. കല്ല് കാൽ കെട്ടി പൊട്ടക്കിണറ്റിൽ താത്തുക്കുമെന്ന്. ഇതാണ് അവർ പറഞ്ഞ ഡയലോഗ്. 16 വയസ്സുള്ള കുട്ടികൾ പറയുന്ന സംഭാഷണമാണ് ഈ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. ഈ കുട്ടി വെറുതെ എന്താ പറയുക ഇങ്ങനെ ഒരു ഇത് കണ്ടുപിടിച്ച് പറയില്ലല്ലോ, വെറുതെ പറയില്ലല്ലോ. അവന്മാർ ഭീഷണിപ്പെടുത്തി ഈ രീതിയിൽ. അതുകൊണ്ട് കഴിഞ്ഞ 16-ാം തീയതി മുതൽ ഈ 2 കുട്ടികളും പേടിച്ചാണ് വീട്ടിൽ ജീവിക്കുന്നത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആരോടെങ്കിലും ഇത് പറയുകയാണെങ്കിൽ എന്തു ചെയ്യും? ഇവന്മാർ വീണ്ടും വരും. അമ്മയും അച്ഛനും ഒന്നും വീട്ടിലില്ലാത്ത മാതാപിതാക്കളില്ലാത്ത സമയത്ത് ഇവന്മാർ തേടി വരും എന്ന പേടി കൊണ്ട് ഈ അനുജനും ജ്യേഷ്ഠനും ഇവന്മാരെ പേടിച്ച് വീട്ടിൽ ജീവിക്കുകയായിരുന്നു ഇത്രയും ദിവസം. ഇതിനിടെ തന്നെ ഈ കുട്ടിയുടെ മറ്റൊരു സുഹൃത്ത് ഈ കുട്ടിയെ വിളിച്ച് ഈ പയ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ അടിക്കുന്ന വീഡിയോ ഞാൻ കണ്ടു, അത് ഗ്രൂപ്പുകളിലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, നിന്നെ അടിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ കണ്ട ഈ വീഡിയോ പുറത്ത് വന്നിട്ടുള്ളത് അറിഞ്ഞത് മുതൽ ഈ കുട്ടി അതിഭയങ്കരമായിട്ടുള്ള ഭയത്തിലാണ്. ഒന്ന്, ഈ വീഡിയോ നാട്ടുകാർ കണ്ടു കഴിഞ്ഞാൽ, നാട്ടുകാർ വഴി അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വീട്ടിൽ എന്താണ് ഇതിൻ്റെ കാരണമെന്ന് അന്വേഷിക്കും. പിന്നീട് വീട്ടുകാർ ഇത് ചോദിച്ച് ഇതിൻ്റെ നടപടിയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവന്മാർ പിന്നെയും തേടി വരും. ഇതിലെ കേസോ നിയമവശോ ഒന്നും ഈ കുട്ടിക്ക് അറിയില്ല, ഈ വിദ്യാർത്ഥിക്ക് അറിയില്ല. ഇതിൽ തന്നെ അടിച്ചു, തന്നെ മർദ്ദിച്ചു. ഈ ദൃശ്യം പുറത്തു വന്നാൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത് തനിക്കാണ്. ഇതിന് തെളിവാണ്, എവിഡൻസ് ആണ്. അപ്പോൾ ഇത് അറിയാതെ ഇത് പേടിച്ച് ഈ അനുജനും ജ്യേഷ്ഠനും ഇത്രയും ദിവസം ജീവിച്ചു. ഏതാണ്ട് 10-16 ദിവസമായിട്ട് ഇവരിങ്ങനെ ജീവിക്കുകയാണ് ഭയന്ന്. കഴിഞ്ഞ ദിവസം ഈ കുട്ടിയുടെ അമ്മയുടെ മൊബൈലിലേക്ക് ഈ വീടിന് അടുത്തുള്ള ഒരു സ്ത്രീ ഈ വീഡിയോ അയച്ചു കൊടുത്തു. ആ സ്ത്രീയുടെ മകൻ ജോലിക്ക് പോകുന്ന ഒരാളാണ്, പ്രായമുള്ള ഒരാളാണ്. അയാൾ ഇത് കണ്ടു. അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ അമ്മയെ കാണിച്ച്, അതായത് അടുത്ത വീട്ടിലെ കുട്ടിയാണ് ഇത്, ഈ കുട്ടിയെ മർദ്ദിക്കുന്ന വീഡിയോ കണ്ടു നോക്കാമെന്ന് പറഞ്ഞ് അമ്മയെ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ ആ അമ്മ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടിയുടെ മാതാവിനെ വിളിച്ച് ഇങ്ങനൊരു വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞ് മാതാവിന് അയച്ചു കൊടുത്തു. അപ്പോൾ ഈ മാതാവിന് സഹിക്കാൻ പറ്റുമോ? അവരുടൻ തന്നെ സമീപത്തുള്ള വാർഡ് മെമ്പറെ അറിയിച്ചു, വിവരം അറിയിച്ചു. അവർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ അവർ പരാതി കൊടുത്തു. ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനായിട്ട് ഈ മാതാപിതാക്കൾ ചെന്നപ്പോൾ ഈ ബന്ധുക്കളും മാതാവും ഒക്കെ ചെന്ന സമയത്ത് പോലീസ് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ മാത്രമാക്കേണ്ട CWC ഇത് അറിയിക്കണമെന്ന് പറഞ്ഞു. അതുപ്രകാരം CWCയെയും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയും ഈ വിവരം അറിയിച്ചു. അങ്ങനെ പോലീസ് ഇതിൽ വധശ്രമത്തിനുള്ള കേസ് നടപടി സ്വീകരിച്ചു. അതിന് പിന്നാലെ CWC ഈ കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ ഹാജരാക്കാൻ പറഞ്ഞു. അവിടെ ഹാജരാക്കിയുള്ള നടപടി അറിയാമല്ലോ, പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവിടെ നേരെ ചെല്ലുമ്പം ജാമ്യം കൊടുത്ത് വിടും. പിന്നീട് കൗൺസിലിംഗ് ആണ് ഈ കേസിലെ നടപടി. ഇതുപോലെ നിങ്ങൾ കേസിൽ ഇതിരിക്കുന്നു, ഇനി കൗൺസിലിങ്ങിന് ഹാജരാക്കണം. ഇനിയിപ്പോൾ ഒരു ഡേ അവർ പ്രഖ്യാപിക്കും, ഒരു ദിവസം പ്രഖ്യാപിക്കും. പിന്നെ ജുവനൈൽ കോടതി ഇവരെ കെയർ ഹോമിലേക്ക് മാറ്റാൻ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ബാക്കിയുള്ള നടപടിയിലേക്ക് പോവുകയുള്ളൂ. കെയർ ഹോമിലേക്ക് മാറ്റാൻ ഇപ്പം നിലവിലെ മർദ്ദനത്തിൻ്റെ വീഡിയോ പ്രകാരം പിന്നെ നാട്ടിലെ സാഹചര്യവും പ്രകാരം ജുവനൈൽ കോടതി ഇവരെ കെയർ ഹോമിലേക്ക് വിടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം ഇവർക്ക് എന്ത് ചെയ്യണം പറ്റും? ഒബ്സർവേഷൻ ഹോമിൽ കഴിയേണ്ടി വരും. അത് കഴിയുമ്പോൾ വീണ്ടും പുറത്തു വരും. ഇതെല്ലാം ക്രിമിനലുകളാണ്, കുട്ടി ക്രിമിനൽ സംഘങ്ങൾ ധാരാളമായി പുറത്ത് ഇങ്ങനെ വിലസിക്കൊണ്ടേയിരിക്കുകയാണ്. ചെറിയ ക്രിമിനൽ സംഘങ്ങൾ. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് നമ്മുടെ ഒരു മാധ്യമ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, ഇവിടെ നമ്മുടെ ഇതുണ്ടല്ലോ ഫുട്പാത്തിലേക്ക് നടന്നു പോകുമ്പോൾ ഈ സ്കൂൾ വിദ്യാർത്ഥികളായിട്ടുള്ള കുറച്ച് പേര് ഈ ഫുട്പാത്തിൽ കമ്പിയിൽ കയറി ഇരിക്കുകയാണ്. കുറച്ച് വിദ്യാർത്ഥികൾ അവർക്ക് ഓപ്പോസിറ്റായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് സൈഡിലും എല്ലാം കൂടെ ആയിട്ട്, അതായത് ആൾക്കാർക്ക് വഴി നടക്കാൻ പറ്റില്ല. ഇവരാർക്കും വഴി കൊടുക്കില്ല. വരുന്നവരെന്ത് ചെയ്യണം? ഈ ഒരു സ്ഥലം വരെ എത്തിയപ്പോൾ ഈ സൈഡിൽ കമ്പിയാണ്, ഇത് ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യും? ഇവർ മാറത്തുമില്ല. ഇവരെ ഭയന്നിട്ട് ഇവർ ഒരു കാരണവശാലും ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. അവരവിടെ കാര്യം പറയാം. പെൺകുട്ടികളുമുണ്ട് ആൺകുട്ടികളുമുണ്ട്, യൂണിഫോമിലാണ്, സ്കൂൾ കുട്ടികളാണ്, ഫുട്പാത്തുമാണ്. അപ്പോൾ ഈ വന്നവർ പ്രായമുള്ള മനുഷ്യർക്ക് അവിടെ വരെ നടന്നെത്തിയിട്ട് അവർ പിന്നെ തിരിച്ചു പോയിട്ട് ബാക്കിൽ പോയിട്ട് ഈ സ്ഥലമുള്ളിടത്തൂടെ ഇറങ്ങി റോഡിൽ കൂടെ നടന്നു പോകുന്നു. ഇവനിത് കുറേ നേരം നോക്കി നിന്നു. അപ്പോൾ ഇതൊരു സ്റ്റോറി ആക്കാം എന്നുള്ള ധാരണയിൽ അവൻ ഫോട്ടോഗ്രാഫറെ വിളിച്ച സമയത്ത് ഫോട്ടോഗ്രാഫറെ കിട്ടിയില്ല. പക്ഷേ വീഡിയോ എടുത്തു വെച്ചു. പക്ഷേ ഈ വാർത്തയുടെ, അതായത് ഈ സംഭവങ്ങൾ നടക്കുന്ന സ്ഥിതിക്ക്, ഇപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സ്ഥിതിക്ക് അത് അന്ന് വാർത്തയായിരുന്നെങ്കിൽ അത് പ്രാധാന്യം ഉണ്ടായിരുന്നു.
ഇന്നായിരുന്നെങ്കിൽ അതിന് പ്രാധാന്യം ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ കുട്ടികളല്ലേ എന്നുള്ള രീതിയിൽ അത് വിട്ടേക്കാൻ അവിടെ മേളിൽ നിന്നുള്ള നിർദ്ദേശം വന്നതുകൊണ്ട് ആ വാർത്ത അങ്ങ് വിട്ടുകളഞ്ഞു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും അതിന് അവസരമുണ്ടല്ലോ, അന്നത്തെ സംഭവം ഇപ്പോഴും കാണിച്ചു കൊടുക്കാമല്ലോ, അത് മൊബൈൽ ക്യാമറയിൽ പതിഞ്ഞാണെങ്കിലും വ്യക്തതയുണ്ടല്ലോ ഈ സാധനത്തിന് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ അത് ഓഫീസിൽ സംസാരിച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറഞ്ഞു. കാര്യം ഇവരുടെ ആക്ടിവിറ്റീസ് ഇങ്ങനെയാണ്, ഇവരുടെ പ്രവർത്തികൾ ഇങ്ങനെയാണ്. കുട്ടികളുടെ മനോനിലയിൽ ഒരു വ്യത്യാസം വന്നു തുടങ്ങിയിരിക്കുന്നു, വൈകൃതം എന്ന രീതിയിലേക്ക്. അതെ, അതിൽ ഒന്ന് സിനിമ ബാധിച്ചിട്ടുണ്ട്, മറ്റ് ലഹരി ബാധിച്ചിട്ടുണ്ട്. അത് പോരാഞ്ഞിട്ട് ഈ ഗെയിമുകൾ, ആ ഗെയിമുകളുടെ സ്വഭാവം. കുട്ടികൾക്ക് പണ്ട് കാലങ്ങളിൽ നമ്മൾ അല്ലെങ്കിൽ നേരത്തെ കുട്ടികൾ കളിച്ചിരുന്നത് ഈ പറയുന്ന പോലെ കാറിൻ്റെ റേസിങ്ങോ അല്ലെങ്കിൽ ബൈക്ക് റേസോ അങ്ങനെയൊക്കെയുള്ള കളികളായിരുന്നെങ്കിൽ കുട്ടികൾക്കിപ്പോൾ അതിലൊന്നും താല്പര്യമില്ല. കുട്ടികളെ പബ്ജി മൊത്തത്തിൽ മാറ്റി മറിച്ച് കളഞ്ഞു. പബ്ജി വന്നതോടുകൂടി പബ്ജിക്ക് ശേഷം ഇങ്ങോട്ടുള്ള പുതിയ ഗെയിം എന്ന് പറയുന്നത് സർവൈവൽ ഗെയിമുകളാണ്. അതെ, എങ്ങനെയും എന്താ പറയുക മറ്റുള്ളവരെ ആക്രമിച്ച് മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് ഈ ഗെയിം പഠിപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ ഈ ഗെയിമിൻ്റെ ഒരു ലെവൽ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഗെയിമിന് നമ്മൾ അങ്ങോട്ട് പണം അടയ്ക്കണം. ആ പണം അടയ്ക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നത് സ്വന്തം മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ നിന്ന് ട്രാൻസാക്ഷൻ നടത്തുന്നു. അവർ പോലും അറിയാതെ ട്രാൻസാക്ഷൻ നടത്തുന്നു. അവർക്ക് പോലും മനസ്സിലാവുന്നില്ല ഈ അക്കൗണ്ടിൽ നിന്ന് എങ്ങനെ പണം. പ്രായമായ ആളുകൾക്ക് മൊബൈൽ ബാങ്കിങ് സേവനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതിലെ ആശയക്കുഴപ്പങ്ങൾ മനസ്സിലാക്കി, അതെ, ആശയക്കുഴപ്പം മനസ്സിലാക്കിക്കൊണ്ട് ഇവർ കൊണ്ടുപോയി ഈ പറയുന്ന പോലെ അവരുടെ ഈ ഗെയിമിങ്ങിൻ്റെ ഈ പറയുന്ന ആപ്പ് ചോദിക്കുന്നു. പെർമിഷൻ ചോദിക്കുമ്പോൾ അക്കൗണ്ടിൻ്റെ പെർമിഷൻ കൊടുക്കുക. അതായത് കളിയിൽ എത്രയാണ് ഇവർക്ക് പണം പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് ഇവർക്കും അറിയില്ല, മാതാപിതാക്കൾക്കും അറിയില്ല. പക്ഷേ പണം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുക, പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. ഇവർക്ക് ഈ കളിക്കുന്ന ആവേശത്തിൽ ഇവരറിയുന്നില്ല പൈസ പൊയ്ക്കൊണ്ടിരിക്കുകയാണെന്നുള്ളത്. ഇത് പെർമിഷൻ കൊടുത്തിരിക്കുക, അക്കൗണ്ടിൻ്റെ പെർമിഷൻ കൊടുത്തിരിക്കുക. ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ? ഒരു മാസം നിശ്ചിത ദിവസമാകുമ്പോൾ ആ തുക അങ്ങ് കട്ടായി പൊയ്ക്കൊണ്ടിരിക്കും. പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്രെഡിറ്റ് കാർഡിന് എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും ലോൺ എടുത്തിട്ട് ബാങ്കിൽ നമ്മൾ പെർമിഷൻ കൊടുക്കുന്നത് പോലെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കട്ട് ചെയ്യാനുള്ള പെർമിഷൻ കൊടുക്കുന്ന അതേ രീതിയാണിത്. ഇതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ നിലവിൽ ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ഒരു 40% കുട്ടികളുടെ മനോനിലയിൽ മാറ്റമുണ്ടായിട്ടുണ്ട്. കാലാനുസൃതമായിട്ടുള്ള മാറ്റമല്ല, കാലാനുസൃതമായി നാട് പുരോഗമിക്കുന്നതിനനുസരിച്ച് തലമുറയ്ക്ക് മാറ്റമുണ്ടാകും. തലമുറയുടെ ചിന്താഗതിക്കും മാറ്റമുണ്ടാകും. പക്ഷേ ഇത് അങ്ങനെയുള്ള മാറ്റമല്ല. ഇത് കാലാനുസൃതമായിട്ടുണ്ടായിരിക്കുന്ന കുറ്റകൃത്യ വാസന എന്ന് കാലത്തോട് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. ഇത് കുറ്റകൃത്യ വാസന കുട്ടികളിൽ അമിതമായി വർദ്ധിച്ചിരിക്കുന്നു. അതായത് എന്തെങ്കിലും ഒരു അക്രമം നടത്തിയാൽ അത് ഒരു റീലോ ഒരു വീഡിയോ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ തനിക്ക് പ്രചരിപ്പിച്ച് കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്ന ഒരു തരത്തിലുള്ള വല്ലാത്തൊരു വൈകൃതം. ആ വൈകൃതമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പണ്ട് ഈ മൊബൈലൊക്കെ ഇറങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ആശങ്കപ്പെട്ടത് ഈ പറയുന്ന പോലെ ഈ മൊബൈൽ ക്യാമറ അത് വ്യാപകമായത് പിന്നെ നാട്ടിലുണ്ടാകുന്ന ഈ പൊതുസ്ഥലങ്ങളിലെ ഈ കുളിക്കുന്ന പരിപാടികളൊക്കെ സ്ത്രീകൾ അവസാനിപ്പിച്ചു ഒരു ഘട്ടത്തിൽ. അതായത് മൊബൈൽ ക്യാമറകൾ ഉണ്ടാക്കിയ ഒരു വലിയ വിപ്ലവമാണത്. പൊതുസ്ഥലങ്ങളിൽ അതായത് അല്ലെങ്കിൽ ഈ നാട്ടുപ്രദേശങ്ങളിലൊക്കെ മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ എത്തിക്കഴിഞ്ഞാൽ പുഴയോരങ്ങളിലൊക്കെ സ്ത്രീകൾ കുളിക്കുവാൻ വേണ്ടി എത്തുന്നൊരു ഇതുണ്ടായിരുന്നു. അത് വലിയ തോതിൽ കുറച്ചത് ഈ മൊബൈൽ ക്യാമറയാണ്. ഈ മൊബൈൽ ക്യാമറ അതിനെ വല്ലാത്ത രീതിയിൽ ചൂഷണം ചെയ്തു ഈ ഒരു അവസ്ഥയെ. അതൊരു കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സാധനമാണ്. പക്ഷെ ഇതൊന്നുമല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. ഇപ്പോൾ എന്താ പറയുക, ആളുകളെ കൊല്ലുക അല്ലെങ്കിൽ ആക്രമിക്കുക, പ്രായമുള്ളവരെന്നോ പ്രായമില്ലാത്തവരെന്നോ നോക്കാതെയുള്ള അക്രമ സ്വഭാവം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ പറയുന്നുണ്ട് കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം. അത് എല്ലാ ദിവസവും നമ്മൾ പറയുന്നതാണ്. എല്ലാ ക്രൈമിലും ഇത്തരത്തിൽ ലഹരിയുടെ ഒരു സാന്നിധ്യമുണ്ട്. പ്രത്യേകിച്ച് ഇത് വിതുരയിൽ നടക്കുന്ന ഒരു സംഭവമായതുകൊണ്ട് തന്നെ വിതുര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 11 NDPS കേസുകളാണ്. 11 NDPS വ്യാപകമാണിത്. ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിലുള്ളത്. ഇപ്പോൾ ഈ കുട്ടിയെ ആക്രമിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇവരുടെ കയ്യിൽ മറ്റൊരാളെ കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത്. ഇനിയിപ്പം ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഇതിനേക്കാൾ വില്ലന്മാരായിട്ടായിരിക്കും ഇറങ്ങുക. അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഈ എന്താ പറയുക, നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ പ്രവൃത്തിയും ആ രീതിയിലാണ്. എന്തായാലും സഹപാഠിയായിരുന്ന തോളെ കൈയിട്ട് കൂടെ നടന്ന ഒരുമിച്ച് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു സ്കൂളിൽ പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയുമായി ബന്ധപ്പെട്ട എന്തോ വിഷയമാണ്. അതെ, പെൺസുഹൃത്ത്, അത് പറഞ്ഞില്ല അല്ലേ. അതായത് ഇവരുടെ ഒരു പെൺസുഹൃത്തുണ്ട്. ഇതിലൊരാളുടെ 3 പേരിൽ ഒരാളുടെ ബെസ്റ്റി. ആ കുട്ടിയെക്കുറിച്ച് ഇയാൾ ഈ പറയുന്ന തല്ലുകൊണ്ട കുട്ടി മോശം പറഞ്ഞു എന്നാണ് ഈ 3 പേരുടെ, അതായത് മുകളിൽ കയറി ഇരുന്ന് ഇടിച്ചവൻ്റെ ആരോപണം. ഇടിച്ചവൻ്റെ പിന്നെ ബെസ്റ്റിയെ ഇയാൾ മോശം പറഞ്ഞു എന്നാണ് പറയുന്നത്. ഈ കുട്ടി ആ കാര്യത്തിൽ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരിക്കുന്നത് ഞാൻ ആ പെൺകുട്ടിയെ വല്ലപ്പോഴും വഴിയിൽ നടന്നു പോകുമ്പോൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അത് ഒരു സംശയവും അതിനോടൊപ്പം തന്നെ ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും ഒക്കെ
ഈ കുട്ടികളെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നയിക്കും? സംശയമില്ലാത്ത കാര്യമല്ല. ഇപ്പോൾ എല്ലാവരും ശരിവെച്ച് കഴിഞ്ഞല്ലോ. ഇപ്പോൾ എന്താ പറയുക, ഒരു SP തുറന്ന് പറയുന്നു ഇവരൊന്നും കുട്ടികളല്ല എന്ന് പറയുന്നു. CM നിയമസഭയിൽ പറയുന്നു, CM പറയുന്നു. പ്രതിപക്ഷവും ഭരണപക്ഷവും ഇത്രത്തോളം എന്താ പറയുക തമ്മിൽ തല്ലുന്ന ഈ ഒരു വിഷയത്തിന് നിയമസഭയിൽ കുറേ കുട്ടികൾ ചെയ്യുന്ന ക്രൈമിൻ്റെ പേരിൽ നിയമസഭയിൽ സംസ്ഥാനം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ജനപ്രതിനിധികളും പ്രതിപക്ഷത്തിരിക്കുന്നവരും തമ്മിൽ ഇത്രയും വലിയ വാക്പോര് നടക്കുന്നത് എൻ്റെ കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടായിരിക്കും. ഇത്രയും ചെറിയ കുട്ടികൾക്ക് വേണ്ടി രാഷ്ട്രീയ നേതാക്കൾ തമ്മിൽ തല്ലുന്നത്. കുറച്ച് കുട്ടികൾ പരീക്ഷ എഴുതാൻ പാടില്ല, സ്കൂൾ കുട്ടികൾ പരീക്ഷ എഴുതാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 6-7 വിദ്യാർത്ഥി സംഘടനകൾക്ക് എന്താ പറയുക വെള്ളിമാട് കുന്നിലെ ആ ഹോമിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് സമരം ചെയ്ത് അറസ്റ്റ് വരിക്കേണ്ടി വരുന്നത് ഒരുപക്ഷെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും. കേരളത്തിൻ്റെ ഈ വിദ്യാർത്ഥി ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും. സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി, ഞാൻ പറയുന്നത് കോളേജ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യമല്ല, സ്കൂൾ കുട്ടികൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് ക്രിമിനൽ സംഘത്തിനെതിരെ സമരം ചെയ്യേണ്ട അവസ്ഥ ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും വന്നു കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ മാറ്റം. ആ മാറ്റം നമ്മൾ തിരിച്ചറിഞ്ഞേ മതിയാവുള്ളൂ. ശരി.